നമ്മൾ മോഡ്യൂൾ 5-ൻ്റെ IO ഡിവൈസസിൻ്റെ പാർട്ട് 2 ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ഡിവൈസ് എന്നുള്ള ഇൻട്രപ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. നമ്മൾ IO ഓർഗനൈസേഷനകത്ത് 3 ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ആയിരുന്നു പ്രോഗ്രാംഡ് IO, സെക്കൻഡ് വൺ ആയിരുന്നു ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റിനകത്ത് നമ്മൾ ഇനേബിളിങ് ആൻഡ് ഡിസേബിളിങ് ഇൻട്രപ്റ്റ് കണ്ടു. ഇനിയിപ്പം മൾട്ടിപ്പിൾ ഡിവൈസ് എന്നുള്ള ഇൻട്രപ്റ്റ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ മെക്കാനിസമായിട്ടുള്ള ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ് നോക്കുന്നത്. അത് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ 2 മോഡ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്, സൈക്കിൾ സ്റ്റീലിങ്ങും ബേസ്റ്റ് മോഡും. നോർമലി DMA ട്രാൻസ്ഫർ എന്താണെന്ന്, അതിൻ്റെ അത് സൈക്കിൾ സ്റ്റീലിങ്ങും ബേസ്റ്റ് മോഡും എന്താണെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ ബസ് ആർബിട്രേഷൻ സർക്യൂട്ട്, ടൈപ്സ് ഓഫ് ബസ് ആർബിട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ നോർമലി ഈ IOയുടെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ഫസ്റ്റ് വൺ എങ്ങനെ ഇൻട്രപ്റ്റ്സിനെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ അതുപോലെ ഈ പ്രോഗ്രാംഡ് IO എന്താണെന്ന് വേണമെങ്കിൽ A പാർട്ടിലൊക്കെ ചോദിക്കാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള സിൻ ബിറ്റ് നമ്മൾ പോൾ ചെയ്ത് നോക്കിയിട്ട് IO ഡിവൈസ് റെഡി ആണോ എന്ന് പ്രോസസ്സർ എപ്പോഴും ചെക്ക് ചെയ്യുന്നതിനെയാണ് ബൈ യൂസിങ് എ പ്രോഗ്രാം. അതിനെയാണ് നമ്മൾ പ്രോഗ്രാംഡ് IO എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രപ്റ്റിനകത്ത് വരുന്നതാണ് ഇനേബിളിങ് ആൻഡ് ഡിസേബിളിങ് ഇൻട്രപ്റ്റ്സും മൾട്ടിപ്പിൾ ഡിവൈസ് എന്നുള്ള ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ടെക്നിക്സ്. അതാണിപ്പം നമ്മൾ നോക്കുന്നത്. പിന്നെ വരുന്ന DMA ടെക്നിക്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ്. പിന്നെ ബസ് ആർബിട്രേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത്ര IO ഡിവൈസിൻ്റെ അതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ കൺട്രോൾ ലൈൻസിലെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ബസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ IO ഡിവൈസസിനെ നമുക്ക് പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മൾട്ടിപ്പിൾ IO ഡിവൈസസ് മേ ബി കണക്റ്റഡ് ടു ദ പ്രോസസ്സർ വയ എ സിംഗിൾ ബസ് ആൻഡ് മേ ബി കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ഇൻട്രപ്റ്റ്. ഇതിനെല്ലാം ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള IO ഡിവൈസസ് ആണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ IO ഡിവൈസ് ഒരു സിംഗിൾ ബസ് ഉപയോഗിച്ച് പ്രോസസ്സറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ഹൗ ക്യാൻ ദ പ്രോസസ്സർ റെക്കഗ്നൈസ് ദ ഡിവൈസ് റിക്വസ്റ്റിംഗ് ആൻ ഇൻട്രപ്റ്റ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഇൻട്രപ്റ്റ് റേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രോസസ്സറിന് മനസ്സിലാകും ആരാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തത്. പിന്നെ ഗിവൺ ദാറ്റ് ദ ഡിഫറെൻറ്റ് ഡിവൈസസ് ആർ ലൈക്ലി ടു റിക്വയർ ഡിഫറെൻറ്റ് ISR, how can the processor obtain the starting address of the appropriate routine in each case. നമുക്കറിയാം ഓരോ IO ഡിവൈസിൻ്റെയും ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം പ്രോസസ്സറിന് എങ്ങനെ മനസ്സിലാവുക ഏത് ISR ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. ഇനി ഷുഡ് എ ഡിവൈസ് ബി അലൗഡ് ടു ഇൻട്രപ്റ്റ് ദ പ്രോസസ്സർ വൈൽ അനദർ ഇൻട്രപ്റ്റ് ഈസ് ബീയിങ് സർവീസ്ഡ്. അതായത് ഒരു ഇൻട്രപ്റ്റിൻ്റെ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുക, അതായത് ഒരു IO റേസ് ചെയ്ത് ഇൻട്രപ്റ്റിൻ്റെ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു ISR എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ പ്രോസസ്സർ അതിന് സർവീസ് കൊടുക്കുമോ, വേറെ ഏതെങ്കിലും ഒരു IO ഡിവൈസിന് പ്രോസസ്സർ സർവീസ് കൊടുക്കുമോ വൈൽ എക്സിക്യൂട്ടിംഗ് ദി അനദർ ISR. ഓക്കെ. ഇനി ഹൗ ഷുഡ് 2 or more സൈമൾട്ടേനിയസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ബി ഹാൻഡിൽ. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻട്രപ്റ്റ് ഹാൻഡിൽ ചെയ്യണം. മോർ ദാൻ 1 ഡിവൈസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻട്രപ്റ്റ് റേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എങ്ങനെ പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസസിൻ്റെ കേസസിൽ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നോക്കുക, ഒരു സിംഗിൾ കൺട്രോൾ ലൈൻ, ഒരു ബസ്സിൻ്റെ സിംഗിൾ കൺട്രോൾ ലൈൻ ഉപയോഗിച്ചിട്ട് ഈ IO ഡിവൈസസുകൾ പല IO ഡിവൈസർ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സറുണ്ട്, കീബോർഡുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, വേറെ IO ഡിവൈസസുകൾ വേറെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്കറിയാം ഓരോ IO ഡിവൈസിനും അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡേറ്റ രജിസ്റ്റേഴ്സ് കാണും, ഡേറ്റ ഇൻ, ഡേറ്റ ഔട്ട്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ കാണും. ആ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് കണ്ട് DIRQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡിസ്പ്ലേ യൂണിറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനെ കാണിക്കാനാണ് DIR. അത് ആ സ്റ്റാറ്റസ് രജിസ്റ്റർ കീബോർഡിൻ്റെ കേസിലാണെങ്കിൽ അതിന് KIRQ എന്ന് പറയുന്നത്, അത് കീബോർഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. പിന്നെ SOUT എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് ഫ്ലാഗ് ഉണ്ട്, ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഔട്ട്പുട്ട് ഡിവൈസ്. SIN എന്ന് പറയുന്ന ഔട്ട്പുട്ട് വിത്ത് ദി ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ SIN 1 ആകുമ്പോൾ നമുക്കറിയാം കീബോർഡിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്ററിനകത്ത് ഡേറ്റയുണ്ട്. പ്രോസസ്സറിന് നോ the keyboard is ready to deliver the data, so processor can take the data from the
രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് ദ ഇൻപുട്ട് ഡിവൈസ്. അതാണ് നമ്മൾ നോർമലി ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഫ്ലാഗ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരാണ് റേസ് ചെയ്തതെന്ന് അറിയണം അല്ലേ. അപ്പം നമ്മൾ മുമ്പേ IO ഡിവൈസ് റെഡി ആണോ എന്ന് പ്രോഗ്രാംഡ് IO ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ഈ ഓരോ ഡിവൈസിൻ്റെയും സ്റ്റാറ്റസ് രജിസ്റ്റർ പോയി ചെക്ക് ചെയ്തിട്ട് ആ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ IRQ ബിറ്റ് അത് 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഡിവൈസാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ദ സ്റ്റാറ്റസ് രജിസ്റ്റർ ഓഫ് ഈച്ച് ഡിവൈസ് ഹാസ് ആൻ IRQ ബിറ്റ് which is set to 1 when it requests an interrupt. Okay. Interrupt service routine can poll the IO devices connected to the bus. The first device with IRQ is equal to 1 is the one that is serviced. അതായത് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 3-4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. 3-4 IO ഡിവൈസ് പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പം പ്രോസസ്സർ ഓരോന്നിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള IRQ ബിറ്റ് പരിശോധിച്ച് നോക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഏതിൻ്റെയാണോ ആദ്യം IRQ ബിറ്റ് സെറ്റായിട്ടിരിക്കുന്നത് അതിന് സർവീസ് ആദ്യം കൊടുക്കും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണം IRQ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏതിനെയാണോ പോൾ ചെയ്യുന്നത്, പോൾ ചെയ്യുമ്പോൾ ഏതിൻ്റെയാണോ IRQ സെറ്റായിട്ടുള്ളത് അതിന് സർവീസ് കൊടുക്കും. ഇത് ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിംഗ് മെക്കാനിസം ഈസ് ഈസി ബട്ട് ടൈം കൺസ്യൂമിങ് ടു ക്വറി ദി സ്റ്റാറ്റസ് ബിറ്റ് ഓഫ് ഓൾ ദ IO ഡിവൈസ്. ഇപ്പം 50 IO കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 49ാമത്തേൻ്റെ IRQ ബിറ്റാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം പോൾ ചെയ്തിട്ട് പ്രോസസ്സറിന് വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ here the device requesting the interrupt by identifying itself to the processor by sending a special code over the bus and then the processor start executing the ISR. അതായത് ഇവിടെ പ്രോസസ്സറിന് പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തതെന്ന് ആ ഒരു ഇൻട്രപ്റ്റിംഗ് ഡിവൈസസ് തന്നെ പ്രോസസ്സറിനെ അറിയിക്കുകയാണ് ബൈ സെൻഡിങ് എ 4-bit or 8-bit code. That code is known as vector. Okay. The code supplied by the processor indicate the starting address of the ISR. അതെന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. ആ ഡിവൈസസിൻ്റെ അസോസിയേറ്റഡ് ISRൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ആ കോഡെന്ന് പറഞ്ഞിരിക്കുന്നത്. ദ കോഡ് ലെങ്ത് റേഞ്ചസ് ഫ്രം 4 to 8 bits. The location pointed to by the interrupt device is using to store the starting address to the ISR. The processor reads this address and call the interrupt vector and that code is known as the interrupt vector and loads into PC. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യം എന്താണ് ഒരു ഇൻട്രപ്റ്റ് റേസ് ചെയ്യുന്നു. ഇപ്പം ഇഫ് ദ പ്രോസസ്സർ ഈസ് ബിസി വിത്ത് സം അതർ ടാസ്ക് എന്തോ ചെയ്യുന്നു, പ്രോസസ്സർ അത് ഫിനിഷ് ചെയ്തിട്ട് ഈ ഇൻട്രപ്റ്റിംഗ് ഡിവൈസിന് അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നു. വൺസ് ദ അക്നോളജ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ ഡിവൈസ് വിച്ച് റേസസ് ദി ഇൻട്രപ്റ്റ്, അതെന്ത് ചെയ്യുന്നു, അത് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് അതിൻ്റെ വെക്റ്റർ കോഡ് കൊടുക്കുന്നു. അപ്പോൾ വെക്റ്റർ കോഡ് കൊടുക്കുമ്പോൾ പ്രോസസ്സറിന് മനസ്സിലാകും ഇന്ന ഡിവൈസാണ് ഇത് റേസ് ചെയ്തതെന്നും ഇന്ന സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലോട്ടാണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ISR സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് മനസ്സിലാകും. ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് പ്രോസസ്സർ എന്തോ ചെയ്യുന്നു, PC ലോഡ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് ISRലോട്ട് അതിൻ്റെ കൺട്രോളിനെ സ്വിച്ച് ചെയ്യുന്നു. The interrupt vector also includes a new value for the process status register. When the processor is ready to receive the interrupt vector code, it activates the interrupt acknowledgement. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻട്രപ്റ്റ് IO ഡിവൈസ് കൊടുക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് വേറൊന്നിലും ബിസി അല്ല, ഇനി ഇൻട്രപ്റ്റ് വെക്റ്റർ കോഡ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ ഇൻട്രപ്റ്റിനെ കണ്ടു എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചു കൊടുക്കുന്നു. അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഡിവൈസ് അതിൻ്റെ വെക്റ്റർ കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ദ IO ഡിവൈസ് റെസ്പോണ്ട് ബൈ സെൻഡിങ് ഇറ്റ്സ് ഇൻട്രപ്റ്റ് വെക്റ്റർ കോഡ് ആൻഡ് ടേണിംഗ് ഓഫ് ദ INTR സിഗ്നൽ. അത് കഴിഞ്ഞ ഉടനെ അത് INTR സിഗ്നൽ അത് ഹൈ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇൻട്രപ്റ്റ് റേസ് ചെയ്ത സമയത്ത് അതെന്തോ ചെയ്യുന്നു, ടേൺ ഓഫ് ചെയ്യുന്നു. ഓക്കെ. അപ്പം പ്രോസസ്സർ നേരെ സ്വിച്ച് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ISRലോട്ട് IO ഡിവൈസിൻ്റെ കറസ്പോണ്ടിങ് ISRലോട്ട് പോകുന്നു. ഇവിടെ നമുക്ക് ഓരോ ഡിവൈസിനെയും പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് റിക്വസ്റ്റിംഗ് ഡിവൈസസ് തന്നെ ഐഡൻറ്റിഫൈ ഇറ്റ്സെൽഫ് ടു ദ പ്രോസസ്സർ ബൈ സെൻഡിങ് എ സ്പെഷ്യൽ കോഡ് ഓവർ ദി bus and that special code is known as the vector. Okay, that is the starting address of the that IO devices ISR. അതാണ് വെക്റ്റർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയും ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ്. അപ്പം നമുക്ക് 2 ചോദ്യത്തിനുള്ള ഉത്തരമായി.
ആരാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും, പിന്നെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഏത് ISR ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആരാണ് റേസ് ചെയ്തതെന്ന് നമുക്ക് ഫസ്റ്റ് പോൾ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതായത് IRQ ബിറ്റ് 1 ആണോ എന്ന് സെറ്റ് ചെയ്ത് ഏതിൻ്റെ ആണോ സെറ്റ് ചെയ്തിട്ടുള്ളത് പോൾ ചെയ്ത് പ്രോസസ്സർ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ISR എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അതല്ല വെക്റ്റർ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെക്റ്റർ കോഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ISR കിട്ടുന്നു, അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ പ്രോസസ്സർ ഈസ് എക്സിക്യൂട്ടിങ് ആൻ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ഫോർ ദ ഡിവൈസ് ക്യാൻ അതർ ഡിവൈസ് ഇൻട്രപ്റ്റ് ദ പ്രോസസ്സ്. അതാണ് നമ്മൾ വേറൊരു സിറ്റുവേഷൻ, മൾട്ടിപ്പിൾ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വേറൊരു സിറ്റുവേഷൻ വരുന്നത് എന്താ വെച്ചാൽ ഒരു പ്രോസസ്സർ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു IO ഡിവൈസിന് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ അതുപോലെ ഇഫ് 2 ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആർ റിസീവ് സൈമൾട്ടേനിയസ് ദെൻ ഹൗ ടു ബ്രേക്ക് ദ ടൈം. അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് അറ്റ് ടൈം 2 റിക്വസ്റ്റ് വരികയാണെങ്കിൽ എങ്ങനെ ആ ടൈം നമ്മൾ ബ്രേക്ക് ചെയ്യും. ഇനി പ്രീവിയസ്ലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ previously before the processor started executing the interrupt service, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡറിനകത്ത് ഞാൻ പറഞ്ഞതാണ്. അതായത് പ്രോസസ്സറിന് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആ ഒരു IO ഡിവൈസിന് സർവീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് പ്രോസസ്സർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തെ IE ബിറ്റ് 0 ആക്കി വെക്കുക. IE ബിറ്റ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റിനെ ഡിസേബിൾ ചെയ്ത് വെച്ചു. അപ്പം വേറൊന്നിനും എന്തോ ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പ്രോസസ്സറിനെ ഇനി അതിനെ ആ പ്രോസസ്സറിലോട്ട് ഇൻട്രപ്റ്റ് റേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. അതായത് വെൻ ദ പ്രോസസ്സർ ഈസ് എക്സിക്യൂട്ടിങ് ആൻ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ ഫോർ 1 ഡിവൈസ് ക്യാൻ അതർ ഡിവൈസ് ഇൻട്രപ്റ്റ് ദ പ്രോസസ്സർ. അതായത് IE ബിറ്റ്, അതായത് ഒരു IO ഡിവൈസിന് സർവീസ് കൊടുക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രോസസ്സർ അതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് IE ബിറ്റ് എന്തോ ചെയ്യുന്നു 0 ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇൻട്രപ്റ്റ് ഇനേബിൾ ഇപ്പം 0 ആണ്, ദാറ്റ് ഈസ് ഇൻട്രപ്റ്റ് ഈസ് ഡിസേബിൾ. ഇനി ഫർദർ ഇൻട്രപ്റ്റ്സ് ഒന്നും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ഡിവൈസിന് ഇതിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നോർമലി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നതൊക്കെ ചെറിയ, അതായത് വലിയ ടൈമൊന്നും അതിന് എടുക്കത്തില്ല. യൂഷ്വലി ദാറ്റ് ഈസ് ഷോർട്ട്. ദ ഡിലേ ദാറ്റ് ഈസ് കോസസ് ഈസ് ജനറലി അക്സെപ്റ്റബിൾ ആണ്. പക്ഷേങ്കിൽ ഹൗവർ ഫോർ സർട്ടൻ ഡിവൈസസ് ദിസ് ഡിലേ മേ നോട്ട് ബി അക്സെപ്റ്റബിൾ. എന്നാൽ ചില ഡിവൈസസിന് ഡിലേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് റിയൽ ടൈം പ്രോസസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഇൻട്രപ്റ്റിന് നമുക്ക് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞത് IE ബിറ്റ് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിന് അതിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന്. എന്നാൽ ചില സർട്ടൻ സിറ്റുവേഷനിൽ നമുക്ക് മറ്റുള്ള ഡിവൈസസിന് നമുക്ക് സർവീസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം വിച്ച് ഡിവൈസ് ക്യാൻ ബി അലൗഡ് ടു ഇൻട്രപ്റ്റ് എ പ്രോസസ്സർ വെൻ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് ഇൻ ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഓഫ് ദ അനദർ ഡിവൈസ്. മറ്റൊരു ഡിവൈസിൻ്റെ ISR എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഡിവൈസിനാണ് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസറാണ് ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഫ്രം ദ ഹൈ പ്രയോറിറ്റി ഡിവൈസ് ഈസ് ആക്സെപ്റ്റഡ് വൈൽ ദ പ്രോസസ്സർ ഈസ് എക്സിക്യൂട്ടിങ് ദി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഓഫ് ദ ലോ പ്രയോറിറ്റി ഡിവൈസ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലോ പ്രയോറിറ്റി IO ഡിവൈസിൻ്റെ ISR ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റാണ് വരുന്നതെങ്കിൽ പ്രോസസ്സർ ഓട്ടോമാറ്റിക്കലി ആ ലോ പ്രയോറിറ്റിയുടെ ISR എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹൈ പ്രയോറിറ്റി IO ഡിവൈസിന് സർവീസ് കൊടുക്കണം. നോർമലി നമ്മൾ പ്രോസസ്സറിന് ഓരോ IO ഡിവൈസസിനും ഓരോ പ്രയോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സറിന് ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കും. പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിവിലേജ്ഡ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് OSൻ്റെ സൂപ്പർവൈസ്ഡ് മോഡിലായിരിക്കും നമ്മൾ നോർമലി ആപ്ലിക്കേഷൻ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യുന്നത് യൂസർ മോഡിലാണ്. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സൂപ്പർവൈസർ മോഡിൽ പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. നോർമലി ഒരു പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് ഡിവൈസിൻ്റെ ISR ആണോ ആ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഡിവൈസിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി. ഇവിടെ നോക്കിയേ, priority level of a processor is the priority of the program that is currently being executed. ഏത് പ്രോഗ്രാമിൻ്റെ ISR ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്
ഏത് IOയുടെ ആണോ ആ IOയുടെ പ്രയോറിറ്റി ആയിരിക്കും കറണ്ട് പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. വെൻ ദ പ്രോസസ് സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഓഫ് എ ഡിവൈസ് ഇറ്റ്സ് പ്രയോറിറ്റി ഈസ് റേസ് ടു ദാറ്റ് ഓഫ് ദ ഡിവൈസ്. ഇപ്പം ആദ്യം ഒരു ഡിവൈസിൻ്റെ പ്രയോറിറ്റി 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ISR എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി 5 ആയിരിക്കും. പിന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പം 2 പ്രയോറിറ്റി ഉള്ള ഒരു ഡിവൈസിൻ്റെ ISR വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ഇഫ് ദ ഡിവൈസ് സെൻഡിങ് ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാസ് ഹയർ പ്രയോറിറ്റി ദാൻ ദ പ്രോസസ്സർ അക്സെപ്റ്റ് ദ ഇൻട്രപ്റ്റഡ് റിക്വസ്റ്റ്. ഓക്കെ, ഇനിയും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ ലൈനായിരുന്നു ഇത്. എന്താണ്, ഒരു സിംഗിൾ ലൈനിലായിരുന്നു എല്ലാ, അതായത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എല്ലാ ഡിവൈസസും ഷെയർ ചെയ്യുന്ന ഒരു സിംഗിൾ ലൈനിൽ കൂടെ ഉള്ള കേസായിരുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കൺട്രോൾ ബസ്സിൻ്റെ ഒരു സിംഗിൾ ലൈന് നമ്മൾ INTR സിഗ്നലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ലൈൻ ഈസ് ഷെയർഡ് ബൈ മോർ ദാൻ 1 ഡിവൈസസ്. ആ ഒരു കേസാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് INTR ലൈനും INTA ലൈനും ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇൻട്രപ്റ്റിനെ റിക്വസ്റ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ലൈന്, അതുപോലെ തന്നെ ഇൻട്രപ്റ്റിനെ അക്നോളജ് ചെയ്യാനും സെപ്പറേറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻട്രപ്റ്റ് പ്രയോറിറ്റി യൂസിങ് ഇൻഡിവിജ്വൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആൻഡ് അക്നോളജ്മെൻറ്റ് ലൈൻസ്. ഈച്ച് ഡിവൈസ് ആസ് എ സെപ്പറേറ്റ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആൻഡ് acknowledgement line here. Each interrupt request line is assigned different priority. ഓരോ അതായത് ഓരോ ഡിവൈസിനെ അസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് INTR ലൈന് INTA ലൈനും ഉണ്ടായിരിക്കും. ഓരോ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈനിനും ഡിഫറെൻറ്റ് പ്രയോറിറ്റി ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും ആ ലൈനിലോട്ട് വരുന്നത്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റിസീവ്ഡ് ഓവർ ദീസ് ലൈൻസ് ആർ സെൻഡ് ടു എ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് ഇൻ ദ പ്രോസസ്സ്. അപ്പം ഇതിനകത്തുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റിസീവ്ഡ് ഈ ലൈനിൽ കൂടെ വരുന്ന ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എല്ലാം ചെല്ലുന്ന എവിടോട്ടായിരിക്കും, പ്രോസസ്സറിനകത്തുള്ള ഒരു പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ടിലോട്ടായിരിക്കും ചെയ്യുന്നത്. ഇഫ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാസ് ഹയർ പ്രയോറിറ്റി ലെവൽ ദാൻ ദ പ്രയോറിറ്റി ഓഫ് ദ പ്രോസസ്സർ ദെൻ ദ റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റ്. അപ്പം 3 നിന്നുള്ള ഒന്നിച്ച് വരുമോ അങ്ങനെയല്ല, അല്ലെങ്കിൽ പുറകെയൊക്കെ വരികയാണെങ്കിൽ എന്തു ചെയ്യുന്നു, ഈ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് ഇതിൻ്റെ പ്രയോറിറ്റി ചെക്ക് ചെയ്ത്, ഇപ്പം പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി ഇപ്പം 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റാണ് ഇതിനകത്തുനിന്ന് വന്നതെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിന് സർവീസ് കൊടുക്കും. ഇഫ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഹാസ് എ ഹയർ പ്രയോറിറ്റി ലെവൽ ദാൻ ദ പ്രയോറിറ്റി ഓഫ് ദ പ്രോസസ്സർ ദെൻ ദ റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ്. ഇനി നമുക്ക് സൈമൾട്ടേനിയസ് റിക്വസ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, രണ്ടോ അതിൽ കൂടുതലുള്ള ഡിവൈസിൽ നിന്ന് സൈമൾട്ടേനിയസ് റിക്വസ്റ്റ് വരുവാണെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ട് എല്ലാം കണക്ട് ചെയ്യുക. അതായത് സിംഗിൾ ലൈനാണ് INTR റിക്വസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഷെയർഡ് ബൈ ദ ഡിഫറെൻറ്റ് IO ഡിവൈസസ്. ആ കേസിലാണെങ്കിൽ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ സൈമൾട്ടേനിയസ് റിക്വസ്റ്റിൻ്റെ കേസിൽ വി ഓൾസോ നീഡ് ടു കൺസിഡർ ദ പ്രോബ്ലം ഓഫ് സൈമൾട്ടേനിയസ് അറൈവൽ ഓഫ് ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഫ്രം 2 or more devices and these devices are using the same INTR line. Okay, the processor must have some means of deciding which request to service first. ഏത് റിക്വസ്റ്റ് ആദ്യം. ഇവിടെ ഇതുപോലെ പോളിംഗ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ പ്രോസസ്സർ യൂസസ് എ പോളിംഗ് മെക്കാനിസം ടു പോൾ ദ സ്റ്റാറ്റസ് രജിസ്റ്റർ ഓഫ് IO ഡിവൈസസ് ടു ഡിറ്റർമൈൻ വിച്ച് ഡിവൈസ് ഈസ് റിക്വസ്റ്റിംഗ് ആൻഡ് ഇൻട്രപ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഏത് ഡിവൈസാണ് റിക്വസ്റ്റ് റേസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി പോളിംഗ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ മെക്കാനിസമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഏത് ഓർഡറിലാണോ പ്രോസസ്സർ ഡിവൈസിനെ പോൾ ചെയ്യുന്നത് ആ ഓർഡറിലായിരിക്കും അതിൻ്റെ പ്രയോറിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും ഇലക്ട്രിക്കലി, അതായത് ഫിസിക്കലി ഏറ്റവും ക്ലോസ് ആയിട്ട് ഈ പ്രോസസ്സറുമായിട്ട് നിൽക്കുന്നതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ ആയിരിക്കും ആദ്യം പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിരിക്കും ഹൈ പ്രയോറിറ്റി. അപ്പോൾ അതിൻ്റെ അതിൻ്റെ IRQ ബിറ്റ് 1 ആണെങ്കിൽ അതിനായിരിക്കും സർവീസ് കൊടുക്കുന്നത്. ഇപ്പം 1ഉം 3ഉം ഒരേപോലെ റിക്വസ്റ്റ് റേസ് ചെയ്താണ് രണ്ടിൻ്റെയും IRQ ബിറ്റ് 1 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഹൈ പ്രയോറിറ്റി ഇവിടെ ഓട്ടോമാറ്റിക്കലി പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോളിംഗ് മെക്കാനിസം ആയതുകൊണ്ട് ഏറ്റവും ഫിസിക്കലി ക്ലോസർ ആയിട്ടുള്ള IO ഡിവൈസിനായിരിക്കും ഫസ്റ്റ് സർവീസ് കൊടുക്കുന്നത്. ദ ഫസ്റ്റ് ഡിവൈസ് വിത്ത് ദി സ്റ്റാറ്റസ് ബിറ്റ് സെറ്റ് ടു 1 ഈസ് ദ ഡിവൈസ് ഹൂസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഈസ് അക്സെപ്റ്റഡ്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും പ്രയോറിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഫിസിക്കലി ക്ലോസറായിട്ട് വരുന്തോറും പ്രയോറിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇനി വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണ്. ഇപ്പം മൾട്ടിപ്പിൾ
എന്താണ് ഡിവൈസ് സൈമൾട്ടേനിയസ്ലി റേസ് എന്താണ് ഇത് റിക്വസ്റ്റ് അയച്ചാൽ കൂടി പിന്നെ ഇതിന് അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പിന്നെ ഏതാണോ ആദ്യം റിസീവ് ചെയ്യുന്നത് അതിന് മാത്രമേ വെക്റ്റർ അതായത് വെക്റ്റർ കോഡ് സെൻഡ്, അതായത് അറ്റ് എ ടൈം ഒരു ഡിവൈസിൽ നിന്നുള്ള വെക്റ്റർ കോഡ് മാത്രമേ ബസ്സിൽ കൂടെ പോകത്തുള്ളൂ. അപ്പോൾ അതിനെ മാത്രമേ സർവീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ആ ടൈ അവിടെ മാറി. ഇനിയും വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെയ്സി ചെയിൻ. ഇത് ഡെയ്സി ചെയിൻ എന്താണെന്ന് ചിലപ്പോൾ എ പാർട്ടിലൊക്കെ ചോദിക്കും. ഇവിടെ ഡെയ്സി ചെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡെയ്സി ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ പല ഡിവൈസുകൾ, ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ ഒരു സിംഗിൾ ലൈന് ഈ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. നമുക്ക് നേരത്തെ കണ്ടതിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈനും ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈനും ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റ സിംഗിൾ ലൈന് ഇത് ഷെയർ ചെയ്തിരിക്കുന്നു. ഈ എന്താണ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ പോകുന്നത് കണ്ടോ, ആദ്യം ഡിവൈസ് 1 പോകുന്നു, പിന്നെ ഡിവൈസ് 2 അങ്ങനെയാണത് പോകുന്നത്. ഓക്കെ, അതായത് കോമൺലി അത് ഷെയർ ചെയ്യല്ല, ഡിവൈസ് 1 പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡിവൈസ് 2 പോകുന്നത്. അങ്ങനെ ആയിരിക്കും. ആ ഒരു അറേഞ്ച്മെൻറ്റിനാണ് ഡെയ്സി ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ഫോം എ ഡെയ്സി ചെയിൻ. ദ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ലൈൻ INTR ഈസ് കോമൺ ടു ഓൾ ഡിവൈസസ്. ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് ലൈൻ ഈസ് കണക്റ്റഡ് ഇൻ എ ഡെയ്സി ചെയിൻ ഫാഷൻ. അതിനെയാണ് നമ്മൾ ഡെയ്സി ചെയിൻ എന്ന് പറയുന്നത്. When the device raises an interrupt request, the interrupt request line INTR activate ആവും. The processor respond by setting INTA line to 1. അപ്പോൾ പ്രോസസ്സർ എന്തോ ചെയ്യുന്നു, INTA ലൈന് 1 ആക്കി സെറ്റ് ചെയ്യുന്നു. The processor responds by setting INTA line to 1. This signal is received by, അപ്പം ഇപ്പോൾ എന്താണ് വെക്റ്റർ മോഡലിലാണെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഒരേപോലെ ഇൻറ്ററപ്റ്റ് റേസ് ചെയ്തു. രണ്ടിൻ്റെ IRQ ബിറ്റിൽ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് തിരിച്ച് അയക്കുമ്പോൾ ഈ ഡെയ്സി ചെയിൻ ഫാഷനിലാണ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് പോകുന്നതെങ്കിൽ ഫസ്റ്റ് എന്താണ് ആദ്യത്തെ ഡിവൈസിൽ ഏറ്റവും ക്ലോസറായിട്ടുള്ള ഡിവൈസിലായിരിക്കും ഫസ്റ്റ് അക്നോളജ്മെൻറ്റ് എത്തുന്നത്. അപ്പോൾ എന്തോ ചെയ്യും, അക്നോളജ്മെൻറ്റ് എത്തുമ്പോൾ അതെന്തോ ചെയ്യും, അത് ഇൻറ്ററപ്റ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെക്റ്റർ കോഡായിരിക്കും അത് ബസ്സിലോട്ട് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് INTR സിഗ്നലിനെ അത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ the processor respond by setting INTA line to 1. This signal is received by the device 1. If the device 1 does not need service, it passes the signal to the device 2. If the device 1 has a pending request for the interrupt, it blocks the INTA signal and proceeds to put its identifying code on the data lines. Okay, അപ്പോൾ INTA ലൈനിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോഡ് അത് എന്താണ് ഡേറ്റ ലൈനിലോട്ട് സെൻഡ് ചെയ്യും. ദ ഡിവൈസ് ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി ക്ലോസസ്റ്റ് ടു ദ പ്രോസസ്സർ ഹാസ് എ ഹയസ്റ്റ് പ്രയോറിറ്റി. ഡെയ്സി ചെയിനിലും എന്താണ് ഏറ്റവും ഇലക്ട്രിക്കലി ക്ലോസറായിട്ടുള്ള ഇതിനായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെയ്സി ചെയിൻ്റെ കേസിൽ. അപ്പോൾ സൈമൾട്ടേനിയസ് റിക്വസ്റ്റ് വന്നാൽ പോഡിംഗ് സ്കീമുണ്ട്, വെക്റ്റേർഡ് ഇൻറ്ററപ്റ്റ് സ്കീമുണ്ട്, പിന്നെ ഡെയ്സി ചെയിൻ. ഇത് 3 എഴുതണം. അപ്പോൾ ഈ ഡെയ്സി ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ലൈൻ ഫോർ INTRന് INTAയ്ക്കും വേണ്ട. അപ്പം നമുക്ക് എന്താണ് ഫ്യൂവർ വയേഴ്സൊക്കെ, അതായത് നമ്പർ ഓഫ് കണക്ഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വെൻ IO ഡിവൈസസ് വർ ഓർഗനൈസ്ഡ് ഇൻ ടു ദ പ്രയോറിറ്റി സ്ട്രക്ചർ, ഈച്ച് ഡിവൈസ് ഹാഡ് ഇറ്റ്സ് ഓൺ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ്. അപ്പോൾ പ്രയോറിറ്റി സ്ട്രക്ചറിലാണ് നമ്മൾ IO ഡിവൈസസിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ IO ഡിവൈസസിന് സെപ്പറേറ്റ് INTR ലൈനും INTA ലൈനും ഉണ്ടായിരിക്കും. അപ്പം ഓരോ INTR ലൈനിൽ നിന്ന് ചെല്ലുന്നത് പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ടിലോട്ട് ചെല്ലും. അവിടെ വെച്ചിട്ട് ആ വരുന്നതിൻ്റെ പ്രയോറിറ്റി പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റിയായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ പ്രയോറിറ്റി ആർബിട്രേഷൻ സർക്യൂട്ട് തീരുമാനിക്കും ആരുടെ ISR സെർവ് ചെയ്യണമെന്ന് വെച്ചിട്ട്. ഓക്കെ, ഏത് IO ഡിവൈസിന് സർവീസ് കൊടുക്കണം. When IO devices were organized in a daisy chain fashion, the devices shared an interrupt request line and the interrupt acknowledgement propagated through the device. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയ്സി ചെയിനിലാണെങ്കിൽ പ്രയോറിറ്റി സ്കീമിലാണ് ഓരോന്നിനും സെപ്പറേറ്റ് INTR ലൈന് INTA ലൈന്. ഇവിടെ എന്ന് വെച്ചാൽ INTR ലൈൻ എന്ന് പറയുന്ന ഷെയർഡ് ബൈ ഓൾ IO ഡിവൈസസ് ആൻഡ് INTA ലൈൻ എന്ന് പറഞ്ഞ് ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ ഡെയ്സി ചെയിൻ മാനർ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അപ്പോൾ ഏറ്റവും ഇലക്ട്രിക്കലി ക്ലോസറായിട്ടുള്ള ആൾക്കായിരിക്കും ഇവിടെ ഫസ്റ്റ് സർവീസ് കിട്ടുന്നത്. ഓക്കെ, ഇനിയും എ കോമ്പിനേഷൻ ഓഫ് പ്രയോറിറ്റി സ്ട്രക്ചർ ആൻഡ് ഡെയ്സി ചെയിൻ സ്കീം ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരേ പ്രയോറിറ്റി ഉള്ളതിനെ ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുന്നു.
ഇപ്പോൾ 5 പ്രയോറിറ്റി ഉള്ള കുറേ IO ഡിവൈസ് ഉണ്ട്, അതിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. 2 ഉണ്ടതിന് അതിനെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിനകത്ത് അപ്പോൾ ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് INTR ലൈനും INTA ലൈൻ എന്ന് പറയുന്നത് അത് ഡേസി ചെയിനിൽ കണക്ട് ചെയ്തിരിക്കും. അതായത് ഓരോ ഡിവൈസിനും ഓരോ IO ഡിവൈസിനും സെപ്പറേറ്റ് INTR ലൈൻ ഇല്ല. ഒരു ഗ്രൂപ്പിന് ഒരു INTR ലൈന്, പിന്നെ അതുപോലെ അതിൻ്റെ INTA കണക്ട് ചെയ്തിരിക്കുന്ന ഡേസി ചെയിൻ മാനറിലാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ സപ്പോസ് എന്താണ് പ്രയോറിറ്റി 5 ഉള്ള ഒരു ഡിവൈസ്, അതായത് ഫോർ എക്സാമ്പിൾ പ്രയോറിറ്റി 2 ഉള്ള ഒരു ഡിവൈസ് നമ്മുടെ നോർമൽ കേസിൽ, അതായത് സിംഗിൾ ലൈൻ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ് ആക്കിയിട്ടില്ലാത്ത കേസിൽ ഒരു 15ാമതായിട്ടാണ് ആ ഡിവൈസ് കിടക്കുന്നതെങ്കിൽ അത് ഇപ്പം അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഇപ്പോൾ ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും ഒക്കെ ഇൻട്രപ്റ്റ് റേസ് ചെയ്തിട്ടുണ്ട്, അവരെയൊക്കെ സർവീസ് ചെയ്തിട്ട് എവിടോട്ട് വരത്തുള്ളൂ? 15ാമത്തിലോട്ട് വരത്തുള്ളൂ. ഇവിടാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പ്രയോറിറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം ആ ഒരു ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് പോകാനായിട്ട് പറ്റും. അല്ലെ ഇപ്പം 15 റേസ് ചെയ്തിട്ടുണ്ട്, 15ാമതായിട്ടായിരിക്കും ഇതിന് സർവീസ് കിട്ടുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേനകത്ത് പോയിട്ട് അതിനകത്ത് കുറച്ച് ഡിവൈസേ ഉള്ളായിരിക്കും, 5 അല്ലെങ്കിൽ 2 പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിനുള്ള സർവീസ് പെട്ടെന്ന് തന്നെ കിട്ടും. അതാണ് ഇങ്ങനെ ഗ്രൂപ്പും ഡേസി ചെയിൻ, പ്രയോറിറ്റി ഗ്രൂപ്പ്സും ഡേസി ചെയിനും അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പം കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ടോപ്പിക്ക് അടുത്ത സ്ക്രീൻ റെക്കോർഡറായിട്ട് ഇടും. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസസിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, മൾട്ടിപ്പിൾ ഡിവൈസസ് ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രപ്റ്റ് റേസ് ചെയ്യുമ്പോൾ ആരാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തത് എങ്ങനെ മനസ്സിലാകും, അതായത് ISRൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാകും. പിന്നെ ഒരു ഇൻട്രപ്റ്റ് സർവീസ് ഒരു IO ഡിവൈസിന് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം വേറൊരെണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ സർവീസ് ചെയ്യുമോ, പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ഡിവൈസസ് സൈമൾട്ടേനിയസ്ലി ഇൻട്രപ്റ്റ് റേസ് ചെയ്യുകയാണ്, ആ ടൈ എങ്ങനെ ബ്രേക്ക് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ പോളിംഗ് മെക്കാനിസം എന്താണെന്നുള്ളത് IRQ ബിറ്റ് ഓരോ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ IRQ ബിറ്റ് ചെക്ക് ചെയ്തിട്ട് ഏതാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കും. വെക്ടേർഡിനകത്താണെങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ പറയും, കോഡ് അതായത് വെക്ടർ കോഡ് സെൻഡ് ചെയ്തുകൊണ്ട് ഞാനാണ് ഇൻട്രപ്റ്റ് റേസ് ചെയ്തതെന്നുള്ളത് പറയും. അതനുസരിച്ച് നമുക്ക് ആ ഒരു വെക്ടർ കോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ISR ആണ്. അത് പ്രോസസ്സർ PC-യിലോട്ട് ലോഡ് ചെയ്തിട്ട് അവിടോട്ട് കൺട്രോൾ സ്വിച്ച് ചെയ്യുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോസസ്സർ അതിൻ്റെ ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ് 0 ആക്കി വെക്കുമ്പോൾ അതിപ്പം ഇൻട്രപ്റ്റ് ഡിസേബിൾ ആക്കിയേക്കാണ് മറ്റ് ഡിവൈസസ് എന്നുള്ള. അപ്പോൾ ആർക്കും അതിനെ ശല്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ചില കേസസിൽ നമുക്ക് കറണ്ട് പ്രോസസ്സ് നിർത്തി വെച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ളതിന് സർവീസ് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുമ്പം നോർമലി ഓരോ ഡിവൈസസിനും സെപ്പറേറ്റ് INTR ലൈനും INTA ലൈനും ഉണ്ടായിരിക്കും. അതിന് ഓരോ ഡിവൈസിനും സെപ്പറേറ്റ് പ്രയോറിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രോസസ്സറിൻ്റെ പ്രയോറിറ്റി എപ്പോഴും അത് സർവീസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസിൻ്റെ പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഇൻപുട്ട് ഡിവൈസ് സർവീസ് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അതിന് സർവീസ് കൊടുക്കത്തുള്ളൂ. പിന്നെ ഡേസി ചെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, സൈമൾട്ടേനിയസ് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പോളിംഗ് സ്കീമും വെക്ടേർഡ് സ്കീമും ഡേസി ചെയിനും യൂസ് ചെയ്യുന്നു. ഈ ഡേസി ചെയിനിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ പ്രയോറിറ്റിയുടെയും ഒരു കോമ്പിനേഷനാണ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ.